Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ എക്സാം വരുന്നത് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഉറപ്പായും ഓരോ പാർട്ടിലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് സെപ്പറേറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായും ഹൈ സ്കോർ 80% അബവ് 90% അബവ് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നതിൽ ഒരു സംശയമില്ല. ഇനി എപ്പോഴും നമ്മൾ ചെയ്യുന്ന മറ്റൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും എങ്ങനെ എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, പാസ് ആകാൻ സാധിക്കും, ഈ ഒരു ടിപ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മൾ എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ തേർഡ് സെമസ്റ്ററിൽ ഇനി വരാൻ പോകുന്ന കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, BCom BBA, BBAക്കാരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഈ സബ്ജക്ട്സിന്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ നമുക്കറിയാം ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത, 2 പാർട്ടായിട്ട് വേണം ഇതിനെ പഠിക്കണമെങ്കിൽ. ടോട്ടൽ 5 മൊഡ്യൂൾ ആണെങ്കിലും ഫസ്റ്റത്തെ ഒരു 4 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു പാർട്ടായിട്ടും ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മൊഡ്യൂൾ ഒരു സെപ്പറേറ്റ് പാർട്ടായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം സ്റ്റാറ്റിയുടെ പോർഷൻസ് അതിൻ്റെ പ്രത്യേകത കുറച്ചാണ് നമുക്കതിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. ആ ഒരു പാർട്ട് ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ലാസ്റ്റ് മൊഡ്യൂൾ, സ്റ്റാറ്റിയുടെ മൊഡ്യൂൾ ആദ്യം പഠിച്ച് അവസാനിപ്പിക്കുക. അതിനുശേഷം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ ചാപ്റ്റർ ഉണ്ട്, അത് പഠിച്ച് അവസാനിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ ഓർഡറിൽ ഇപ്പോൾ EMI പ്രസന്റ് വാല്യൂവിൻ്റെ കാര്യങ്ങൾ, EMI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഇക്വേഷൻസ്, APGP ഇതൊക്കെ നോക്കാം. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ലാസ്റ്റ് മൊഡ്യൂൾ പഠിക്കുക. കാരണം ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 32 മുതൽ 42, 45 മാർക്കിന്റെ ചോദ്യങ്ങൾ വരെ വരാറുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് പാസ്സാകാൻ സ്റ്റാറ്റി പഠിച്ചാൽ തന്നെ സാധിക്കുന്നതാണ്. ഓക്കെ, സോ എങ്ങനെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കും പാസ്സാകാൻ സാധിക്കും, അതിനുള്ള മറുപടിയാണ് നെക്സ്റ്റ് പറയാനുള്ളത്. നമുക്കറിയാം എപ്പോഴും ഞാൻ പറയുന്നൊരു കോമ്പിനേഷൻ ഉണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും കൂടി നമുക്ക് 35 മാർക്ക് മതി. സോ ഇന്റേണൽ മാർക്സ് 20ൽ 10 മിനിമം നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെങ്കിൽ ബാക്കി 25 എഴുതി മേടിച്ചാൽ മതി. റെഗുലർ സ്റ്റുഡൻസിനൊക്കെ ചിലപ്പോൾ കോളേജിലെ ടീച്ചേഴ്സ് 15നേക്കാൾ കൂടുതലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് 20 മാർക്ക് മതി ജയിക്കാൻ. സോ SDE സ്റ്റുഡൻസിനാണെങ്കിൽ അത് MCQ എഴുതി നേടണം. സോ ഞാൻ എപ്പോഴും പറയുന്നത് മിനിമം 10 മാർക്ക് ഇന്റേണൽ ലഭിച്ചാൽ ബാലൻസ് 25 മാർക്സ് ഔട്ട് ഓഫ് 80ൽ സ്കോർ ചെയ്യാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കും സാധിക്കും. എങ്ങനെ? ഞാൻ എപ്പോഴും പറയുന്ന മറ്റൊരു കോമ്പിനേഷനാണ് പാർട്ട് എയും പാർട്ട് സിയും. ഈ 2 ഏരിയയിലോട്ടും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കുമെങ്കിൽ അത് പോസിബിൾ ആണ്. സോ ഇതില് പാർട്ട് എയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ 15 ചോദ്യങ്ങളാണ്. 15ഉം എഴുതാം, മാക്സിമം 25 മാർക്കാണ്. ഇതില് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ പാർട്ട് എയില് ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇതില് 6 ചോദ്യങ്ങൾ മുതൽ 7 ചോദ്യങ്ങൾ വരെ സ്റ്റാറ്റിയിൽ നിന്നും ബാലൻസ് ഒരു 8-9 ചോദ്യങ്ങൾ ഈ പറയുന്ന 4 മൊഡ്യൂളിൽ നിന്നും കൂടിയിട്ടാണ് വരാം. സോ നിങ്ങൾ സ്റ്റാറ്റിക് പോർഷൻ ആദ്യം പഠിച്ച് ഈ 6 ചോദ്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നുള്ളതാണ്. അതിലെപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നത് മീൻ എന്താണ്, മീഡിയൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, മീൻ ഡീവിയേഷൻ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ എന്താണ്, അതുപോലെ തന്നെ വാരിയൻസ് എന്താണ്, ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതിന്റെ പ്രോബ്ലം ചെയ്യാനും ചോദിക്കാറുണ്ട്. സ്ക്യൂനെസ് എന്താണ്, പോസിറ്റീവ് സ്ക്യൂനെസ് എന്താണ്, നെഗറ്റീവ് സ്ക്യൂനെസ് എന്താണ്, കുർട്ടോസിസ് എന്താണ്, ലോറൻസ് കർവ് എന്താണ്,
റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 6 ചോദ്യങ്ങൾ നാളത്തെ എക്സാമിന് വരും. അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, EMI, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻ, അതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് മെട്രിക്സിലെ ഏതെങ്കിലും ഒരു ടൈപ്പ് തിയറി ആയിട്ട് വരുന്നതാണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. സിംഗുലർ മെട്രിക്സ്, നോൺ സിംഗുലർ മെട്രിക്സ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ഇങ്ങനെ മെട്രിക്സിലെ ഡിഫറെന്റ് ടൈപ്സിലെ 1 or 2 റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ എപ്പോഴും വരുന്ന APGP, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, ഇതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം, ഇത്ര ചോദ്യങ്ങളൊക്കെയാണ് ഈ ഏരിയാസിൽ നിന്നാണ് ചോദ്യങ്ങൾ എപ്പോഴും കണ്ടുവരാറ്. സോ ഇതില് നമുക്ക് എങ്ങനെ പോയാലും ഒരു 5 or 6 സിമ്പിൾ ആയിട്ടുള്ളത് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ അവിടെ തന്നെ കിട്ടി നമുക്കൊരു മിനിമം 10 മാർക്ക്. പാർട്ട് എയിൽ നമുക്കൊരു 10 മാർക്കെങ്കിലും കിട്ടാൻ ഒരു പാടുമില്ല. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 10 മാർക്സ്, ഒരു 5 എണ്ണമെങ്കിലും ശരിയാവാൻ ഈസി അല്ലേ? 15 എണ്ണം വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഈ 15 ചോദ്യങ്ങളിലെ 2 പ്രോബ്ലം, ബാക്കിയൊക്കെ തിയറി ചോദ്യങ്ങൾ 2 മാർക്കിന്റെ പഠിക്കാൻ ആകെ കൂടിയിട്ട് ഒരെണ്ണത്തിന് ചിലപ്പോൾ എല്ലാം കൂടിയിട്ട് പഠിക്കണമെങ്കിൽ ഒരു 10-20 ചോദ്യം പഠിക്കണമെങ്കിൽ ആകെ കൂടിയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി, അത്രയും വേണ്ട. സോ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് 10 മാർക്സ് സ്കോർ ചെയ്യാൻ വല്ല പാടുണ്ടോ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ? ഇനി ബാലൻസ് മാർക്സ് നമുക്ക് എവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും? essay പാർട്ട് 4 ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് 2 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. സോ ഇതില് നിങ്ങൾക്ക് മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പ്രോബ്ലം ചിലപ്പോൾ ഒരു തിയറി ചോദിക്കാറുണ്ട്, അതല്ലെങ്കിൽ 4 പ്രോബ്ലം ആയിട്ട് തന്നെ വരാറുണ്ട്. ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ പ്രോബ്ലംസിന് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ 4 എണ്ണത്തില് ചില സമയത്ത് 2 എണ്ണം സ്റ്റാറ്റിക് ഏരിയാസിൽ നിന്ന് വരാറുണ്ട്. അതിൽ മിക്കതും ഡിസ്പേർഷനെ റിലേറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, റേഞ്ച്, ഇതിലേതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാനും അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷനുമാണ് സാധാരണ SC ആയിട്ട് ഒരെണ്ണം വരാറ്. ദെൻ മീൻ മീഡിയൻ മോഡും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്റ്റാറ്റിയിലെ ഏതെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലം ശരിയാവുകയാണെങ്കിൽ നമുക്ക് 10 മാർക്കിൽ 10 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ SC ആയിട്ട് വേറെ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയോ ചിലപ്പോൾ മെട്രിക്സ് ഇടാറുണ്ട്. പിന്നെ APGPയിൽ നിന്ന് പ്രോബ്ലംസ് വരാറുണ്ട്, EMI. ദെൻ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ക്രമേഴ്സ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് essay പാർട്ടിൽ വരാറ്. അപ്പോൾ essayയിൽ നിന്ന് നമുക്ക് മിനിമം ഈ പറഞ്ഞ പോലെ ഒരു 10 മിനിമം 10 കിട്ടട്ടെ, മിനിമം 10, 2 essayയും കൂടിയിട്ട് എഴുതിയിട്ട് നമുക്ക് മിനിമം ഒരു 10 എങ്കിലും സ്കോർ ചെയ്യാൻ സ്റ്റാറ്റി പഠിച്ചാൽ തന്നെ അത് പോസിബിൾ ആണ്. അപ്പോൾ പാർട്ട് എയും പാർട്ട് ബിയും കൂടിയിട്ട് നമുക്കൊരു 20 മാർക്ക് അങ്ങനെ കിട്ടി. ഇനി പാർട്ട് ബിയില് റിപ്പീറ്റ് ആയിട്ട് ഈ പറഞ്ഞ മീൻ മീഡിയം മോഡ്, ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, റേഞ്ച്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ 2 ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും 5 മാർക്കിന്റെ വരുന്നുണ്ട്, എല്ലാ പ്രാവശ്യവും. സോ ആ ഒരു ഏരിയ, പിന്നെ ബാക്കിയുള്ളതൊക്കെ ബാക്കി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ, ചില സമയത്ത് ഒരു തിയറി ചോദ്യം വരാറുണ്ട്. അപ്പോൾ പാർട്ട് ബിയും നമുക്ക് അറിയുന്ന പോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ 25 അല്ല അതിനായിട്ട് കൂടുതൽ നമുക്ക് ഔട്ട് ഓഫ് 8 എഴുതി മേടിക്കാൻ പറ്റും. ഇന്റേണൽ മാർക്സും കൂടി സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങിയ കുട്ടിയാണെങ്കിലും പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അപ്രോച്ചാണ് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ ഫോളോ ചെയ്യേണ്ടത്. സ്റ്റാറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, ഈസിയാണ്. സ്റ്റാറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് 42 മാർക്ക് വരെ മിനിമം സ്കോർ ചെയ്യാൻ സാധിക്കും. അത്രത്തോളം ചോദ്യങ്ങൾ വരുന്നതാണ്. essay ചിലപ്പോൾ ഒരെണ്ണം മിനിമം വരും എന്തായാലും സ്റ്റാറ്റിയിൽ നിന്ന്. 6 മാർക്കിന്റെ ചോദ്യങ്ങൾ, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ 6 എണ്ണം എപ്പോഴും വരുന്നതാണ്. ഒരു 12 മാർക്കായി. 5 മാർക്കിന്റെ 2 എണ്ണം എപ്പോഴും വരുന്നതാണ്. അപ്പൊ 10ഉം 22ഉം 32 മിനിമം കിട്ടും. ചിലപ്പോൾ 2 essay വരാണെങ്കിൽ 42 വരെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റാറ്റി നോക്കിയാൽ തന്നെ മെജോറിറ്റി മാർക്സ് കിട്ടും. ദെൻ 2 മാർക്സിന്റെ തിയറി ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ബാലൻസ് ഏരിയ, ഇൻട്രസ്റ്റ് ചാപ്റ്റർ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാസ് മാർക്കിലോട്ട് എത്താൻ ഒരു പാടില്ലാണ്ട് സാധിക്കുന്നതാണ്. ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുക. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്
നിങ്ങൾ എപ്പോഴും പ്രോബ്ലംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കണം. ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ കൂടുതൽ തിയറി പ്രതീക്ഷിക്കുന്നത്. ബാക്കിയൊക്കെ കൂടുതൽ എസ്സേ പ്രോബ്ലംസ് വരാറുണ്ട്. 5 മാർക്സിനും പ്രോബ്ലംസ് തന്നെയാണ് വരാറ്. എൻ്റെ അടുത്ത് പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തിയറി പഠിച്ച് ഈ ഒരു സബ്ജക്റ്റ് പാസ്സാക്കാൻ സാധിക്കും? ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. സോ നിങ്ങൾ പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കണം. തിയറി ആകെ കൂടിയിട്ട് പാർട്ട് എയിലാണ് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നല്ലോ. പാർട്ട് ബിയിലൊക്കെ ചിലപ്പോൾ ഒരെണ്ണം ഇടും, അത്ര ആളെ. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ നിർബന്ധമായും ഫുൾ ടൈം എക്സാമുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കണം. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിരിക്കണം. ബിക്കോസ് അവർക്ക് മാർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവിടെ വേണം. ഈ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എക്സാമിന്, നാളത്തെ എക്സാം നിങ്ങൾ നിർബന്ധമായും പാസ്സായിരിക്കും. സോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ദെൻ ഓരോ പാർട്ടിലും ഉറപ്പായും വരുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ്, ഇതൊക്കെ കാണാം. ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നാളത്തെ എക്സാം എഴുതുക, നല്ല മാർക്ക് മേടിക്കുക. ഓൾറെഡി ഞാൻ ആദ്യത്തെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മൊത്തം നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് 90% അബോവ് മാർക്ക് ലഭിക്കും എന്നതിനൊരു സംശയമില്ല. ദെൻ ഇത് കഴിഞ്ഞാലും ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെയും ഇതുപോലെ എല്ലാ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ ഒക്കെ ക്ലാസ്സസ് ആക്സസ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.